ബ്രിഗേഡിയർ ബാലൻ, പഹൽഗാം കൂട്ടക്കൊലയിൽ പങ്കുണ്ട് എന്ന് ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറയുന്ന ഈ ജിഹാദി ജനറൽ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുക വഴി പാകിസ്ഥാൻ നൽകുന്ന സൂചന എന്താണ്? ഇതിന് സ്പഷ്ടമായ സൂചന എന്ന് വെച്ചാൽ ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുക്കുന്നു. അപ്പോൾ അതിനുള്ള മുനീറിൻ്റെ, അതായത് പാകിസ്ഥാൻ ചീഫിൻ്റെ ഇതിലുള്ള പങ്ക് എന്താണെന്നുള്ളതിന് ഞങ്ങൾ അതിനൊരു അംഗീകാരം കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ വേറൊരു തലത്തിൽ പാകിസ്ഥാൻ്റെ അകത്തു നിന്നുള്ള ഒരു ആന്തരിക പ്രശ്നങ്ങളുടെ വശത്ത് നിന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ മുനീർ ഒരു പക്ഷേ പട്ടാള ഭരണം പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൽ നിന്ന് അങ്ങനെ ഒരു ഉദ്യമം ഉണ്ടാകാനാണെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായിട്ട് ഒരു ചെറിയ പ്രലോഭനം കൊടുത്തു എന്ന് വേണമെങ്കിലും ആക്കാം. പിന്നെ മൂന്നാമത് ഈ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഡിക്ഷണറിയിൽ പറയുന്ന പോലെ കിക്കിംഗ് അപ്പ് സ്റ്റെയർസ്, അതായത് മുകളിലേക്ക് തട്ടി ഇത്രയും വലിയ ഒരു പദവിയാണെങ്കിലും അതനുസരിച്ചുള്ള പവർ അദ്ദേഹത്തിന് ഉണ്ടാകില്ല എന്നുള്ളതായിരിക്കും. എന്നിരുന്നാലും ഇതിനകത്ത് നടന്മാരും നടിമാരും മാറുക മാത്രമേ ഉള്ളൂ. നാടകം അത് തന്നെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അതായത് മുനീറിന് പകരം വേറൊരാൾ വന്നാലും ആർമി ചീഫായാലും അടിസ്ഥാനപരമായിട്ട് ഒരു മാറ്റങ്ങളും ഇപ്പോഴുണ്ടാകാൻ പോകുന്നില്ല. അതുണ്ടാകണമെങ്കിൽ ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഒരു ഉടച്ചു വാർത്തൽ പാകിസ്ഥാൻ്റെ രാഷ്ട്രതലത്തിൽ നടക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലേ അവർക്കൊരു വാല്യൂ സിസ്റ്റം, ചില മൂല്യങ്ങൾ വരുള്ളൂ. അവർക്ക് മൂല്യങ്ങളില്ലാത്തിടത്തോളം കാലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുത്തിരിക്കണം. അപ്പോൾ ഇപ്പോൾ നടന്ന ഈ യുദ്ധത്തിൻ്റെ കാര്യം കൂടി ഞാൻ പറയാൻ ആലോചിക്കുന്നു. ഈ നടന്മാർ മാറുമ്പോൾ അടുത്ത പ്രാവശ്യം അവർ ഇറക്കുന്ന നാടകവും വേറെ ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുത്തിരിക്കണം. ഇപ്പോൾ ഒരു ചർച്ചയിൽ പറയുകയുണ്ടായി നമ്മൾക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, ഒരു വെടിനിർത്തൽ മാത്രമേ ഇപ്പോഴും പ്രാബല്യത്തിലുള്ളൂ. യുദ്ധം എപ്പോഴും ഉണ്ടാകാം. നാളെ പെഹൽഗാം പോലത്തെ ഒരു സംഭവം അല്ലെങ്കിൽ ഊറി പോലത്തെ ഒരു സംഭവം ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ ബോംബെ പോലത്തെ ഒരു സംഭവം ഉണ്ടാകുകയില്ലെന്ന് എന്താണ് ഉറപ്പ്? ഇപ്പോഴും നമ്മൾക്ക് ഉറപ്പില്ല. അത് എന്ന് നടക്കുന്നുവോ അന്ന് വീണ്ടും നമ്മൾക്ക് പ്രതികരിക്കേണ്ടി വരും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഉടനെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് എപ്പോഴും സജ്ജമാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ യുദ്ധം എന്ന് പറയുന്നുള്ളത് നമ്മളൊരു ശാശ്വതമായിട്ട് നമുക്ക് സുരക്ഷിതത്വം ആവശ്യമാണെങ്കിൽ അതിന് വില കൊടുക്കേണ്ടത് നമ്മൾ സദൈവ ജാഗ്രത കൊണ്ടാണ്. അതിനൊരു വിലയുണ്ട്. ആ വില നമ്മളെപ്പോഴും കൊടുക്കണം. പിന്നെ യുദ്ധത്തിൽ നഷ്ടങ്ങളുണ്ടാകും. ഈ കുരിശ് യുദ്ധം നടന്നപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കാനുള്ള ഇതിനകത്ത് വേണ്ടി 100 വർഷത്തോളം നടന്നു. എത്ര നാശനഷ്ടങ്ങളുണ്ടായി. അതുപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിലും ഏത് യുദ്ധത്തിലാണെങ്കിലും രണ്ട് വശങ്ങൾക്കും നാശനഷ്ടങ്ങളുണ്ടാകും. അതിൻ്റെ വിലയിരുത്തൽ നടത്തുന്നത് കുറച്ച് നാളുകൾ എടുത്തു കഴിഞ്ഞിട്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും സാങ്കേതിക വശങ്ങൾ കൊണ്ടാണോ ഈ നഷ്ടങ്ങളുണ്ടായത്, അതോ യുദ്ധതന്ത്രങ്ങളിലുള്ള പിഴപ്പ് കൊണ്ടാണോ, അതോ നമ്മൾ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ കുറവ് കൊണ്ടാണോ, അതോ നമ്മളുടെ പ്ലാനിങ്ങിലുള്ള എന്തെങ്കിലും കുറവുകളുണ്ടാണോ, എല്ലാം നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇത് എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും യുദ്ധത്തിൽ നഷ്ടങ്ങളുണ്ടാകും. അവ യുദ്ധത്തിൽ എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായി എന്നുള്ള ഒരു തുലാഭാരമല്ല നടത്തേണ്ടത് നമ്മൾ. അത് നമ്മുടെ യുദ്ധതന്ത്രങ്ങളുടെയും യുദ്ധത്തിൽ പ്രവർത്തിച്ച ആളുകളുടെയും നമ്മൾ എന്ത് ലക്ഷ്യമിട്ടോ അതെന്തൊക്കെയാണ് നമ്മൾ നേടിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തലും അതിൻ്റെ മാറ്റുരച്ച് നോക്കലും എല്ലാം നടന്നിട്ടേ പറ്റുള്ളൂ. അതുപോലെ ഇന്ന് പരീക്ഷ എഴുതി നാളെ മാർക്ക് കിട്ടണം എന്ന് പറയുന്ന പോലെയല്ല. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും പഠിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് നമ്മൾ തെളിയിച്ചത് വലിയ ഒരു മഹത്തായ ഒരു പാഠം അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നു. അതായത് യുദ്ധം തുടങ്ങി ആദ്യത്തെ ദിവസം നമ്മൾ അവരുടെ ക്യാമ്പുകൾ തകർത്തു, ടെററിസ്റ്റുകളെ ട്രെയിൻ ചെയ്യുന്നത്. അതിന് മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഇത് യുദ്ധം നടത്തുന്ന ഒരു തന്ത്രമാണ്. യുദ്ധത്തിൽ തന്ത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ശത്രുവിനോട് പറയുന്നത്, ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നത്
നിങ്ങളുടെ ഭീകരരുടെ ട്രെയിനിങ് ക്യാമ്പുകൾ മാത്രമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചോയ്സ് ഉണ്ട്. അതായത് നിങ്ങൾ ഇവിടെ അടങ്ങി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു അതിനപ്പുറം പടിപടിയായിട്ട് നമ്മൾ കയറും. ഇത് പണ്ടേ യുദ്ധതന്ത്രത്തിലുള്ളതാണ്. കേരളത്തിലുള്ള കളരിപ്പയറ്റുകളിലൊക്കെ പണ്ടത്തെ വടക്കൻ പാട്ടുകളിലോ വടക്കൻ വീരകാലം നോക്കുകയാണെങ്കിൽ 18 അടവുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ അടവും ഒന്നിച്ചല്ല പ്രയോഗിക്കുന്നത്. ഏറ്റവും അവസാനത്തുള്ള അടവ് പൂഴി കതകനടി ചെയ്യുന്നത് ഏറ്റവും അവസാനമാണ്. അത് ചെയ്യുന്നതിന് മുമ്പും രണ്ട് യോദ്ധാക്കൾ തമ്മിൽ ചെയ്യുമ്പോൾ പറയും പൂഴി കതകനടി വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഉറുമി വെച്ച് ഇങ്ങനെ പൊക്കിയിടുന്നത് മണ്ണ്. അപ്പോൾ മണൽ കൊണ്ടൊരു ഇത് സൃഷ്ടിക്കും. പറഞ്ഞിട്ടാണെങ്കിലും മുന്നറിയിപ്പ് കൊടുത്തിട്ടാണെങ്കിലും മണൽ കൊണ്ടൊരു മറ സൃഷ്ടിക്കും, പൊടി കൊണ്ട്. എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ യുദ്ധത്തിലുള്ള പല തന്ത്രങ്ങളാണ് അതെല്ലാം. ഈ യുദ്ധത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് ആർജിച്ചത്, നമ്മൾ എന്തൊക്കെയാണ് നേടിയതെന്നുള്ളതാണ് വളരെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്നാമത്, പാകിസ്ഥാന് ഈ ന്യൂ നോർമൽ എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ചില ചുവന്ന രേഖകൾ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഈ രേഖകൾ, അതായത് നിങ്ങൾ എന്ത് ചെയ്താലും ഇനി എന്ത് ആവർത്തിച്ചാലും ഭീകരപ്രവർത്തനം അതൊരു ആക്ട് ഓഫ് വാർ, അതായത് ഒരു യുദ്ധമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ പ്രതികരണം യുദ്ധമായിരിക്കും. എങ്ങനെ അത് ആവിഷ്കരിക്കും, എങ്ങനെ നമ്മളത് പാകിസ്ഥാനിൽ ഭാരതത്തായി പ്രവർത്തിക്കാതെ അവരുടെ പുറത്ത് വീഴ്ത്തും എന്നുള്ളത് എല്ലാം നമ്മളുടെ കാര്യത്തിലാണ്. അതിനുള്ള പ്ലാനിങ് എല്ലാം നേരത്തെ തന്നെ നമ്മൾ ചെയ്തിരിക്കും. രണ്ടാമത്തത്, ഈ യുദ്ധത്തിൻ്റെ സജ്ജീകരണങ്ങൾ. ഇപ്പോൾ യുദ്ധത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്പഷ്ടമായിട്ടും കുറേ പോസിറ്റീവ് സൈഡ് ഉണ്ടാകാം, കുറച്ച് ന്യൂനതകളുണ്ടാകും. അതെല്ലാം നമ്മളിരുന്ന് കണ്ടുപിടിച്ചിട്ട്, അത് കണ്ടുപിടിക്കുന്ന ഇപ്പോഴല്ല, യുദ്ധം നടക്കുന്ന അല്ലെങ്കിൽ യുദ്ധ സമാനമായ കാലാവസ്ഥയിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് പലവിധ പട്ടാളത്തിൻ്റെ പല ഘടകങ്ങളുണ്ട്. കോമ്പാറ്റ് എയർഫോഴ്സ്, റഡാർ വിങ്, എയർ ഡിഫെൻസ്, അതായത് വായുവിൽ നിന്നുള്ള മിസൈലുകൾ, എത്ര തരം മിസൈലുകൾ തന്നെയുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു 10, 45, 50 തരത്തിലുള്ള മിസൈലുകളുണ്ട്. അതെല്ലാം പ്രയോഗിച്ചിട്ടുണ്ട്. ഈ വായു എയർ ഡിഫെൻസിനുള്ള പലതരം ഇതുണ്ട്. സാറ്റലൈറ്റിൻ്റെ ഇതുണ്ട്. എല്ലാ കാര്യങ്ങളുടെ എല്ലാ വിഭാഗങ്ങളും പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർ ജാഗരൂകരാണ്. അവരിൽ നിന്ന് ആ ശ്രദ്ധ പിന്തിരിപ്പിച്ചിട്ട് നമ്മളിരുന്ന് പഠിച്ച് വിലയിരുത്തി നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ എണ്ണങ്ങളിലൊന്നും കാര്യമില്ല. യുദ്ധ കോപ്പുകൾ എപ്പോഴും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. യുദ്ധം തന്നെ ഒരു കൺട്രോൾഡ് വയലൻസ്, ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് കൺട്രോൾഡ് വയലൻസ്. അതായത് നമ്മൾ ഹിംസ പുറപ്പെടുത്തുന്നു, ഹിംസയുടെ പുറത്തൊരു നിയന്ത്രണമുണ്ട്. നിയന്ത്രണാതീതമായിട്ടുള്ള ഹിംസയുടെ ആവിഷ്കാരമാണ് യുദ്ധം. അപ്പോൾ ആ നിയന്ത്രണം എന്താണ്? അതിനകത്ത് നമ്മൾ കുറച്ച് ഒരു ലെവലിൽ സംയമനം പാലിക്കുന്നു. ആ സംയമനം ഈ യുദ്ധത്തിൻ്റെ പല തട്ടുകളിൽ നമ്മൾ പാലിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ പാകിസ്ഥാൻ്റെ ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ നമ്മൾ സംയമനം ചെയ്യുകയാണ് ചെയ്തത്. ആ സംയമനം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് നമ്മൾ സ്വയം ആപത്തിനെ നേരിടേണ്ടി വരും. നേരിട്ടാലേ ആ സംയമനം പാലിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ എയർക്രാഫ്റ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ മിസൈലുകളോ എല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ പറയുന്നു ഇവിടെ മാത്രമാണ് ഞങ്ങൾ അടിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ചില വൾണറബിലിറ്റീസ് ഉണ്ടാകും. അതിൽ കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടായെന്നിരിക്കും. പക്ഷേ എന്നാലും ആ സംയമനം നമ്മൾ പാലിക്കുന്നു എന്ന് പാകിസ്ഥാനോട് കാണിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യതലത്തിൽ വലുതായിട്ട് അവർ മൊബിലൈസ് ചെയ്തില്ല ബോർഡറിലേക്ക്. അവർക്കും അറിയായിരുന്നു ഇന്ത്യ ഈ തട്ടിലാണ് ആദ്യം നിൽക്കുന്നതെന്ന്. പിന്നെയാണ് നമ്മൾ ആ തട്ടിൽ നിന്ന് അവർ മാറി മറിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത അടവിട്ടത്. പിന്നെയാണ് മൂന്നാമത്തെ അടവിട്ട് ബ്രഹ്മോസ് മിസൈൽ 17 സ്ഥലങ്ങളിൽ ഇട്ടു. 13 വിമാനത്താവളങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും 17 സ്ഥലങ്ങളിൽ ഇട്ടു. ആ ബാക്കിയുള്ള 3-6 സ്ഥലങ്ങൾ ഏതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് രാഷ്ട്ര രഹസ്യങ്ങളാണ്. അത് രാഷ്ട്രതന്ത്രങ്ങളും ഈ യുദ്ധതന്ത്രങ്ങൾ തമ്മിലുള്ള ഒരു ശൃംഖലയുമുണ്ട്. അതൊന്നും നമ്മൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാത്തിനെ പറ്റി ആളുകൾ ചോദ്യം ചോദിച്ചാൽ എല്ലാത്തിനും ഉത്തരങ്ങൾ ഉണ്ടെങ്കിലും അത് പറഞ്ഞില്ലെന്നിരിക്കും. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ശത്രുവിനും വ്യക്തമാകും. അവർ അത് നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ സജ്ജീകരണങ്ങൾ നടത്തുന്നത് എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാകും. അത് പുറത്തു വിടരുത് എന്നുള്ളതാണ്. ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നതിലായിരിക്കും ബുദ്ധി. ചോദിക്കാനുള്ള ബുദ്ധി ഭ്രമം കാണിക്കുകയാണെങ്കിൽ അത് ഉത്തരം തരുന്നവർ ബുദ്ധിമതരായിട്ട് അതിനുത്തരം തരില്ല.